കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഗൂഗിൾ ജെമിനി വെച്ചിട്ട് എങ്ങനെയാണ് AI ഇമേജസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കിയത് അല്ലേ. ചിലരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി നോക്കി നോക്കൂ കേട്ടോ, എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ ബ്രീഫായിട്ട് പറയാം. എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗൂഗിൾ ജെമിനി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഗൂഗിൾ ജെമിനി പറഞ്ഞ ആപ്പ് ഉണ്ട്, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ വഴിക്ക് അവിടെ ഒരു പ്ലസ് സൈൻ കാണും. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടൊരു പ്ലസ് സൈൻ വരാറില്ലേ, ആ പ്ലസ് സൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഗാലറിയിൽ പോയിട്ട് ഏതെങ്കിലും ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാം. പിന്നെ അവിടുന്ന് എന്താ പറയുക, പ്രോംപ്റ്റ് കൊടുക്കണം. ഏതെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജസ് വരാണ് ചെയ്യുക. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡിഫറെൻറ്റ് പ്രോംപ്റ്റ്സുകൾ വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത ഇമേജസ് ആണ് കാണിക്കാൻ പോകുന്നത്. ആക്ച്വൽ ഇമേജസ് വെച്ചിട്ട് നമ്മൾ ജെമിനി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ആക്ച്വൽ ഇമേജ്. ജസ്റ്റ് ഒരു പാടത്ത് നിന്നിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇതിൽ ഞാൻ ബ്ലാക്ക് സാരിയിൽ വരാനുള്ള പ്രോംപ്റ്റാണ് കൊടുത്തത്. ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യില്ലേ, ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്താൽ മതി. ബ്ലാക്ക് സാരി പ്രോംപ്റ്റ് ഇൻ ഗൂഗിൾ ജെമിനിന്നോ ഗൂഗിൾ AI എന്നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുള്ള് ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടും, എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. ആ പ്രോംപ്റ്റ് കിട്ടും. അത് എടുത്തിട്ട് നമ്മൾ AI ഇല്ലേ അതിൽ കൊണ്ടിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഗൂഗിൾ ജെമിനി ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ഐക്കണിൽ ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ ബ്ലാക്ക് സാരിയുടെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമേജാണ് കിട്ടുന്നത്. അടിപൊളി ഇമേജ് അല്ലേ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനീഷ്യൽ സ്റ്റെപ്സ് അറിയാത്തവർ ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ ഉണ്ട്, ഇതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന വീഡിയോ ഒന്നെടുത്ത് കണ്ടുനോക്കൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇമേജ് ഇൻസേർട്ട് ചെയ്യുക, അതിലെങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ പ്രോംപ്റ്റ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഇമേജസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഇമേജോടെ ഞാനൊരു ബ്ലാക്ക് സാരിയിൽ എടുത്തിരിക്കുന്ന ഞങ്ങളുടെ കോളേജിലത്തെ ക്യാൻറ്റീൻ്റെ അവിടെയുള്ള ഒരു ഫോട്ടോ ആണ്. അത് റെഡ് സാരിയിൽ ജനറേറ്റ് ചെയ്യാനുള്ള കമൻറ്റ് അല്ലെങ്കിൽ ആ പ്രോംപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റെഡ് സാരിയിൽ വെച്ച് ജനറേറ്റ് ചെയ്ത ഇമേജാണ്. റെഡ് സാരിയിൽ ഇങ്ങനെ ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു കമൻറ്റാണ്. പ്രോംപ്റ്റ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തെടുത്താൽ മതി. റെഡ് സാരി ഗൂഗിൾ ജെമിനി പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കമൻറ്റ് കിട്ടും. അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ കിട്ടിയ ഇമേജാണ് ഇത്. ഓക്കെ, അടുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇമേജാണ്. ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് കൂടെ, ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നതാണ്. ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വീട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നതാണ്. അതിൽ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരുമാതിരി എന്താ പറയുക, ഇതുപോലെയല്ല ഇരിക്കുന്നത് ശരിക്കും ഒറിജിനൽ ഫോട്ടോ. അതൊന്ന് ഷേക്കായിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ചിരി വളരെ വൃത്തികെട്ടൊരു ചിരിയായിരുന്നു. ഇപ്പം ശരിക്കും ജനറേറ്റ് ചെയ്ത് തന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പണ്ടത്തെ സിനിമയുടെ സ്റ്റൈലിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫിലിമിൻ്റെ പോസ്റ്റർ പോലത്തെ ഇമേജസും ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഏത് തരത്തിലുള്ള പ്രോംപ്റ്റുകളും ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ജെമിനി AI പ്രോംപ്റ്റ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ സാരിയിലുള്ളതും അതുപോലെ തന്നെ സിംഗിൾ ഫോട്ടോസ് വെച്ചുള്ള മാത്രം സിംഗിൾ ഫോട്ടോസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം ഗ്രൂപ്പ് ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, സോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇങ്ങനെയൊക്കെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അടുത്തത് സാധാരണ നോർമൽ വർക്കിംഗ് ഡേയിൽ ഞങ്ങൾ കോളേജിൽ വെച്ചെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. സെൽഫിയാണിത്, കണ്ടാലേ അറിയാമല്ലോ. ഇമേജാണ്. സോ അത് വൈറ്റ് സാരിയിൽ ജനറേറ്റ് ചെയ്ത ഇമേജാണ് അടുത്ത കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ, എനിക്ക് അത്ര കൂടെ ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല. അടുത്ത ഞങ്ങളിത് അബുദാബിയിലുള്ളപ്പോൾ എടുത്തിട്ടുള്ള ഇമേജാണ്. ജസ്റ്റ് പാർക്കിൽ പോയപ്പോഴുള്ള ഒരു ഇമേജാണ് കേട്ടോ. അതപ്പോൾ നമ്മൾ 1/7 ഇമേജ്, അങ്ങനെ ഒരു 3D മോഡൽ ഇമേജ് എടുക്കുന്നുണ്ട്, അത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്തതാണ്. അടുത്ത ഇമേജും അതുപോലെ തന്നെ 3D മോഡൽ വെച്ച്, അടുത്ത 2 ഇമേജും അതുപോലെ തന്നെ 3D മോഡൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒറിജിനൽ ഇമേജും പിന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയ ഇമേജും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് മോൻറ്റിയാണ്. അവന് ഇൻഫിനിറ്റ് കോക്കിൻ്റെ അവൻ്റെ ഇമേജ് കൊടുത്തിട്ട് ഇൻഫിനിറ്റ് കോക്ക് വെച്ചിട്ട് ജനറേറ്റ് ചെയ്തതാണ്. ചായയൊന്നുമില്ല, എന്നാലും നമുക്ക് ആ ഒരു ഇമേജ് കിട്ടും, അത്രയേ ഉള്ളൂ. പിള്ളേർക്ക് അങ്ങനത്തെയൊക്കെയാണല്ലോ ഇഷ്ടം. ഗേൾസിനും മാത്രമല്ല ബോയ്സിനും ഇഷ്ടംപോലെ പ്രോംപ്റ്റുകൾ അവൈലബിൾ ആണ്. ഇത് ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ആണ്. ആൾ ജസ്റ്റ് വീട്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്.
അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോംപ്റ്റുകൾ സെർച്ച് ചെയ്ത് ബോയ്സിൻ്റെ പ്രോംപ്റ്റ് സെർച്ച് ചെയ്തിട്ട് കാറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണം. ഇത് അത്ര ചായൊന്നും തോന്നുന്നില്ല, എന്നാലും ഓക്കെയാണ്. നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം, നമ്മൾ ഡിഫറെൻറ്റ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു എന്നൊരു സന്തോഷം. ഞാനിപ്പോൾ എൻ്റെ കുറേ ഇമേജസ് ഷെയർ ചെയ്തില്ലേ. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയില്ല ഏതെങ്കിലും ഒരു ഇമേജ് ഷെയർ ചെയ്യൂ കേട്ടോ വീഡിയോയിൽ കമൻ്റായിട്ട്. ഇനി ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.